ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കുന്നതിനൊപ്പം പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയും തെരച്ചിലിനിറങ്ങും. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ പരിശോധന. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. എപ്പോഴായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക? ഇന്ന് ഈശ്വർ മാൽപയ്ക്കൊപ്പം മറ്റ് ഡൈവർമാർ കൂടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഏത് തരത്തിലാണ് ഇന്നത്തെ ഒരു ദൗത്യം ക്രമീകരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, ഇന്നലെ പൂർണ്ണതോതിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. അതിൽ ഈ വേലിയേറ്റ സമയത്ത് ജലനിരപ്പ് ഉയരുന്ന ഘട്ടത്തിൽ പുഴയുടെ അടിത്തട്ടിൽ കൂടുതൽ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കാത്ത പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഈശ്വർ മാൽപെ ചില ലോറിയുടെ സൂചനകളൊക്കെ കണ്ടെത്തിയെ തുടർന്ന് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പൂർണ്ണമായും തെരച്ചിലും പരിശോധനയൊക്കെ നടന്നത്. പക്ഷേ ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അർജുന്റെ കുടുംബം ഉൾപ്പെടെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആണ് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക, അതാണ് അവരുടെ പ്രതീക്ഷ. കാരണം നേരത്തെ തന്നെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് അവിടെ നിന്നാണ് ഈ അർജുന്റെ ലോറിയുടെ ലിവർ ജാക്കും അതോടൊപ്പം തന്നെ ഈ കയറിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അവിടെ തന്നെയാണ്, അവിടെ പുഴക്കടിത്തട്ടിൽ തന്നെയാണ് ലോറി ഉള്ളത് എന്ന പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ടാണ് അവർ ആ ആവശ്യം ഉന്നയിച്ചത്. അത് കൂടുതൽ വേഗത്തിലാക്കണം, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ കൂടുതൽ വേഗത്തിലാക്കണം, മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ അതിൽ കൂടുതൽ വേഗത ഉണ്ടാകണം എന്നൊരു ആവശ്യം അവർ എന്തായാലും ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപയും അദ്ദേഹവും ഇന്ന് തെരച്ചിൽ തുടരും. അദ്ദേഹത്തിനൊപ്പം കൂടുതൽ ഡൈവർമാർ ഉണ്ടാകും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നാവികസേനയും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തി ആ സ്ഥിതിഗതികൾ വിലയിരുത്തും. പക്ഷേ നാവികസേന അവരുടെ തെരച്ചിൽ നടപടിയിലേക്ക് എന്തായാലും കടക്കില്ല. പ്രധാനമായും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. ക്രിസ്റ്റീന, ശരി. ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്.